ആ ഊട്ടി ട്രിപ്പ് നമ്മൾ ഈ റൂമിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ചതല്ലേ? പിന്നെ അമ്മ എങ്ങനെയാ രാവിലെ എന്നോട് ഇത് ചോദിച്ചത് ഇതിനെ പറ്റി? എടി എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. കൂടുതൽ ആക്ട് ചെയ്യണ്ട. എടി ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഞാനും സീരിയസ് ആണ്. അതായത് അമ്മയോടോ മറ്റാരോടോ പറഞ്ഞിട്ടില്ല. നമ്മുടെ പേഴ്സണൽ ഡിസിഷൻ ആയിരുന്നില്ലേ ഇത്? പക്ഷെ നീ മോശമായിപ്പോയി. എടി അത് യാദൃശികമായിട്ട് സംഭവിച്ചതാവാം. നീ ഇങ്ങനെ വെറുതെ എഴുതാപ്പുറം വായിക്കരുതേ. ശരി വീട്, നീ ഇതിനെപ്പറ്റി ഒരു സംസാരം വേണ്ട. മോളെ, നിങ്ങൾ ഈ മാസത്തിൽ ട്രിപ്പ് വല്ലതും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇത് ഇവരെങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ ആരോടും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. കാഷ്വലായിട്ട് ജസ്റ്റ് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ, ഒന്നും ഫിക്സ് ആയിട്ടില്ല. ഓ, അപ്പം നിങ്ങൾ എവിടെ പോകണമെന്ന് തീരുമാനിച്ചില്ല അല്ലേ? ഇല്ല. അല്ല, എല്ലാവരും ഇപ്പോൾ കൊടൈക്കനാലിലും ഊട്ടിയിലൊക്കെ പോണ സമയമാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതിരിക്കണേണ് നല്ലത്. റോഡ് എന്നും കണ്ടീഷൻ ശരിയല്ല, പിന്നെ പെട്രോളിനാണെങ്കിൽ വിലയും കൂടുതലും, വേസ്റ്റ് ഓഫ് മണി. അതിന് പകരം നമുക്ക് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോവാം. 2 ദിവസം ഓരോരുത്തരുടെ വീട്ടിൽ നിന്നാൽ ചിലവും ഇല്ല, ഫാമിലി ബോണ്ടിങ് ആവും. അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കും. തിരിച്ചു വരുമ്പോഴേ അവർ വല്ല ചക്കയും മാങ്ങയും തരും, അതും ലാഭം. അഖിൽ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഓണസ്റ്റ്ലി, എന്താ ഇതെങ്ങനെയാകിൽ നമ്മൾ ഈ മുറിക്കുള്ളിൽ മാത്രം സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ട്രിപ്പിന് പോകുന്നു, ഈ ആഴ്ച ഇങ്ങനെ ചെയ്യും, ഇതെല്ലാം അമ്മ കൃത്യമായിട്ട് എങ്ങനെ അറിയുന്നേ? ഇതെങ്ങനെ ചുമ്മാ ഒന്നും സംഭവിക്കില്ല അഖിൽ. ദിവ്യ, അഖിൽ, ഞാൻ നിന്നെ വില്ലനാക്കാൻ നോക്കുവല്ല, ഞാൻ ഓണസ്റ്റായി പറയുക. നിനക്ക് അമ്മ ഇഷ്ടമുള്ള ആളാണ്, ഞാൻ അതിനൊന്നും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ എൻ്റെ പേടി, ഇനി ഞാൻ എന്ത് പറഞ്ഞാലും നീ... അതെ, എനിക്ക് മനസ്സിലാവുണ്ട് നീ എന്താണ് പറഞ്ഞു വരണേന്നുള്ളത്. എടി, നീ വിചാരിക്കുമ്പോൾ ഞാൻ അത്ര വലിയ മമ്മാസ് ബോയ് ഒന്നും അല്ല. പിന്നെ നിനക്കൊരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി അറിഞ്ഞാൽ ഒന്നും കൂടെ തിങ്ക് ചെയ്യും, വീണ്ടും അതിനെക്കുറിച്ച് ഒന്നും കൂടെ തിങ്ക് ചെയ്യും. നീ എന്തിനിങ്ങനെ ഓവർ തിങ്ക് ചെയ്യണത്? ആവശ്യമുള്ളത് മനസ്സിലാക്കി. അഖിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നിട്ട് ഇത് എങ്ങനെ നടക്കണേ? ഈ വീട്ടിൽ ഞാൻ കാണാത്ത എന്തോ ഒരു കാര്യമുണ്ട്. മേഘ്ന, എനിക്ക് ദിവസം ചെല്ലുന്തോറും ഈ റിലേഷൻഷിപ്പിലെ ഹോപ്പ് പൊയ്ക്കൊണ്ടിരിക്കുക. അഖിലിനോടുള്ള ട്രസ്റ്റ് ദിവസം തോറും കുറഞ്ഞു വരിക. എനിക്കൊരു ചെറിയ കാര്യം പോലും ഷെയർ ചെയ്യാൻ പേടിയായിട്ട് തോന്നുക. പേടിയോ? എന്തിന്? എടി, അവനോട് എന്ത് പറഞ്ഞാലും അവൻ്റെ അമ്മയോട് പോയി പറയുമെന്ന് എനിക്ക് തോന്നണേ. എടി, ഞാൻ പറയുന്നത് വെറുതെ അല്ല. ഞങ്ങൾ സംസാരിക്കുന്ന എല്ലാ കാര്യവും അറിഞ്ഞു വെച്ചിട്ടെന്ന പോലെ അമ്മ സംസാരിക്കുന്നേ. ഡി, ശരിക്കും ഒരു ടൈമിലേ ഞാനും ഇങ്ങനെ എന്നെ ഫീൽ ചെയ്തിരുന്നു. ട്രസ്റ്റ് പ്രോബ്ലം, ആരോട് എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാത്തൊരവസ്ഥ. കുറച്ച് നാളെ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്താലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു. ആ സമയത്തെ ആസ്ട്രോടോക്ക് ആപ്പിൽ ഞാൻ ഒരു അസ്ട്രോളജറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മാരേജിൻ്റെ ഫ്യൂച്ചറിനെ പറ്റി. അവർ പറഞ്ഞ റെസ്പോൺസ് അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. അതെനിക്കങ്ങ് ക്ലിക്കായി. ഇതൊക്കെ എൻ്റെ വെറും തെറ്റിദ്ധാരണയാണെന്നും വൈകാതെ എല്ലാം ശരിയാകുമെന്ന് അവർ പറഞ്ഞത്. മേഘ്ന, നീ ഇതൊക്കെ സീരിയസ് ആയിട്ട് വിശ്വസിക്കുന്നോ? നീ വിശ്വസിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പതിയെ മാറി തുടങ്ങി. ഡി, എൻ്റെ ഫോണിൽ ആക്ച്വലി ആപ്പ് ഉണ്ട്, പക്ഷെ ഞാനിതൊരു ഓപ്പൺ ചെയ്തിട്ടില്ല. ദിവ്യ ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആണ്, അതുകൊണ്ട് റിസ്ക് ഒന്നുമില്ലല്ലോ. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ഞാൻ ഇറങ്ങട്ടെ, വീട്ടിൽ വൈകിട്ട് ഗസ്റ്റ് ഉണ്ട്, ഫുഡ് ഉണ്ടാക്കണം. ശരിയടി. എനിക്ക് എൻ്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഇപ്പോൾ വലിയ പ്രതീക്ഷ തോന്നുന്നില്ല. എൻ്റെ വിവാഹത്തിൻ്റെ ഭാവി എന്താണ്? എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ഭർത്താവ് വളരെ സപ്പോർട്ടീവാണ്. പക്ഷേ ഒരു മൂന്നാമത്തെ ആളുടെ ഇടപെടൽ നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കുറച്ച് സമയമെടുത്താലും പതിയെ ശരിയായി വരും. പേടിക്കണ്ട, നിങ്ങളുടെ വിവാഹബന്ധം വളരെ സ്ട്രോങ് ആണ്. നല്ലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. മൂന്നാമത്തെ ആളുടെ ഇടപെടുന്നു?
എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? ഒന്നുമില്ല, ആദിക്ക് ഈ വീക്കെൻഡ് 25,000 രൂപ കോളേജ് ഫീസിലേക്ക് വേണമെന്നാണ് പറയണേ. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. അല്ല, എൻ്റെ കയ്യിലൊരു 30,000 ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് അയച്ചു കൊടുക്കാം. അച്ഛൻ സാധനം കൊടുക്കുന്ന കടയിൽ പൈസ ചോദിച്ചിട്ടുണ്ട് പെൻഡിങ് കിട്ടാനുള്ളത്. ഈവനിങ് അറിയാൻ കിട്ടുമോ ഇല്ലയെന്ന്. കൊടുക്കണമെങ്കിൽ പറ. നമ്മൾ ഈ മാസം 5,000 ചിലവ് ഒരുക്കേണ്ടി വരും. അത്രയല്ലേ ഉള്ളൂ, സാരമില്ല. അഖിൽ, അതെ, നല്ല വിശപ്പുണ്ട്. നമുക്ക് കഴിച്ചിട്ട് വന്നിട്ട് തീരുമാനിക്കാം. വാ. എടാ, ഇന്ന് ശശിമാമൻ വിളിച്ചിരുന്നു. എന്ത് പറ്റി? ഒരു 22,000 രൂപ വേണം, അർജൻറ്റാണ്, മെഡിക്കൽ ഇഷ്യൂ കൊണ്ടാണെന്ന്. ആരെടുത്ത് ചോദിക്കണമെന്ന് അറിഞ്ഞുകൂടുന്നു. സാധാരണ എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും ചോദിക്കുന്നതേ അല്ല. അമ്മ, ഞാനിപ്പം ടൈറ്റിലാണ്. അതുമല്ല, ശശിമാവിൻ്റെ മോൻ സുരേഷിന് നല്ല ശമ്പളമുള്ളതല്ലേ. അവനില്ലാത്ത കാശൊന്നും അമ്മയുടെ ഇല്ലല്ലോ. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ ഇനി മോനടുത്ത് ചോദിക്കില്ല. അച്ഛൻ മരിച്ചപ്പം അവനൊരു കാലത്തെ നമുക്ക് കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ലായിരുന്നപ്പം കുറേ സഹായിച്ചിട്ടുള്ളതാണ്. സാരമില്ല, വന്ന വഴി മറന്നുപോയെന്ന് അവൻ വിചാരിക്കുമായിരിക്കും. അമ്മ, ഞാൻ പൈസ അയക്കാം. ആ എടാ ശശി, ആക്കിൽ ഇപ്പം നിൻ്റെ ഫോണിൽ കുറച്ച് പൈസ അയക്കും. നീ അത് കിട്ടിയ ഉടനെ എനിക്ക് തിരിച്ചയച്ചു തരണേടാ. ആ ശരി ശരി, നന്നായി. കുറച്ച് ദിവസം പൈസ എൻ്റെ കയ്യിലിരിക്കട്ടെ. ആ, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവൻ തന്നെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാം. എടീ, എനക്കറിയാല്ല, അമ്മ കരഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. വിഷയം അതൊന്നും അല്ല. അമ്മ ആ ഡൈനിങ് ടേബിളിലേക്ക് വന്നത് തന്നെ എന്ത് ചോദിക്കണം, എത്ര രൂപ ചോദിക്കണം എന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ്. എനിക്കതൊന്നും ബൈ ചാൻസ് ആയിട്ട് തോന്നുന്നില്ല. നീ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയല്ലേ. നീ എന്തിനു ചുമ്മാ ഇങ്ങനെ അമ്മയെ സംശയിക്കുന്നത്? ആശുപത്രി ചെലവിന് ചോദിച്ച അവസാനം അത് കൊടുത്തില്ലെങ്കിലേ എനിക്ക് എന്ത് മനസാക്ഷി കുത്തുണ്ടാവും? മനസാക്ഷി കുത്തൊന്നും അല്ല, നിങ്ങളുടെ കാഞ്ഞ ബുദ്ധിയാ. എനിക്ക് പൈസ തരാതിരിക്കാനുള്ള നിങ്ങളുടെ കാഞ്ഞ ബുദ്ധി. ഞാൻ മണ്ടിയാണെന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ അപ്പുറത്തെ റൂമിൽ കിടന്നോളാം. മോളെ, അച്ഛൻ പറയണത് എത്രയും വേഗം ആ രജിസ്ട്രേഷൻ അങ്ങ് ചെയ്യണമെന്നാണ്. നീ ഇവിടെ വരണം, എല്ലാവരും കൂടെ ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പ്രോപ്പർട്ടി ഭാഗം വെക്കുന്ന കേസെല്ലാം അച്ഛൻ ഓൾറെഡി ഡിസൈഡ് ചെയ്തതല്ലേ. അതങ്ങ് നോക്കി ചെയ്താൽ മതി. പിന്നെ സിറ്റിയിലുള്ള ഫ്ലാറ്റിൻ്റെ കാര്യം, അത് എൻ്റെ അനിയൻ്റെയും പേരിൽ ഒരുമിച്ച് അങ്ങ് എഴുതിയാൽ മതി. ഞങ്ങൾ മുന്നേ ഒരു ധാരണയിൽ എത്തിയതാ. എടാ അഖിലേ, കുറച്ച് ദിവസമായിട്ട് ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞോന്ന് വിചാരിക്കുക. കല്യാണ സമയത്തെ ദിവ്യയുടെ വീട്ടുകാർ അവളെ ഓഹരിയെ പറ്റി പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളെല്ലാം കൂടെ അല്ലേ അത് സംസാരിച്ചത്? എനിക്കത് ഓർമ്മയൊന്നുമില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവർ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? കല്യാണം കഴിഞ്ഞാൽ അവളെ ഓഹരി നിൻ്റെയും അവളെയും പേരിൽ എഴുതി തരാമെന്നാ. പക്ഷെ 2 മാസമായി ഇതുവരെ അവളെ വീട്ടുകാരടുത്തൊന്നും യാതൊരു അനക്കവും ഇല്ല. ഞാനായിട്ട് അവളെ വീട്ടുകാരത്ത് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് നീ ആയിട്ട് അവരോട് ചോദിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇന്ന് തന്നെ നീ അവളോടൊന്ന് അത് സൂചിപ്പിച്ചേക്ക്. അല്ല, അത് വേണോ? വേണം. നാളെ ഒരു സമയത്തെ നമ്മൾ ചോദിക്കാത്തതുകൊണ്ടാണെന്ന് അവർ പറയൂലല്ലോ. അതൊക്കെ ഞാൻ സൂചിപ്പിക്കാം അമ്മ. അല്ലെങ്കിൽ തന്നെ എനിക്ക് എടാ, നീ വലിയ പുണ്യാളനൊന്നും ആവണ്ട. നമ്മളിപ്പോൾ ചോദിച്ചില്ലെങ്കിലേ അത് പിന്നെ അതങ്ങ് വിട്ടുപോകും. ഇതൊക്കെ ചൂടോടെ അങ്ങ് അവതരിപ്പിക്കണം. എടാ, ഇത് നിന്റെ റൈറ്റാണ്. നീ അത് പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിലേ വീട്ടുകാരെ മുതലെടുക്കൂടാ. എടീ, ഒരു നാട്ടിലെ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷനെ അന്ന് കല്യാണ സമയത്ത് പറഞ്ഞ പോലെ നമ്മുടെ പേരിൽ തന്നെ എഴുതുമോ? നീ അതൊന്ന് മാമൻ്റെ അടുത്ത് മാമിയോട് ചോദിക്കണേ, വിട്ടുപോരതേ.
അതിൻ്റെ ഡിസ്കഷൻസ് നടക്കുവാണ്. അല്ല, ചെയ്യുമ്പം ജോയിൻ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറയണേ. അന്ന് അങ്ങനെ അവർ അമ്മയോട് പറഞ്ഞിരുന്നു. അഖിൽ, ഈ പ്രോപ്പർട്ടിയുടെ വിഷയം ഇപ്പം എന്തിനാ എടുത്തിട്ട്? അല്ല, അത് അമ്മ ഓർമ്മിപ്പിച്ചതാ. അഖിൽ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ പ്രോപ്പർട്ടിയുടെ കാര്യം ഞാൻ ഇന്ന് എൻ്റെ അമ്മയോട് സംസാരിച്ചിരുന്നു. അത് നമ്മുടെ റൂമിൽ വെച്ചിട്ട് അതെങ്ങനെ അമ്മ അഖിലിനോട് സംസാരിക്കാനിടയായത്? നീ ഒന്ന് ഓർത്തു നോക്ക്. നമ്മുടെ ഊട്ടി ട്രിപ്പ്, പിന്നെ ഡൈനിങ് ടേബിളിൽ വെച്ച് ക്യാഷ് ചോദിച്ചത്, ഇതെല്ലാം നോക്കുമ്പോൾ വല്ലാത്തൊരു സ്ട്രേഞ്ച് ഫീലിംഗ് ആയിട്ട് തോന്നുന്നു. എടി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ വക കാര്യങ്ങളൊന്നും അമ്മയുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല. അഖിൽ, ഞാൻ പറയുന്നത് അതൊന്നും അല്ല. ഞാൻ മുറിയിലിരുന്ന് എൻ്റെ അമ്മയോട് സംസാരിച്ചപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ റൂമിൽ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മുറി പറയുന്ന കാര്യങ്ങൾ അമ്മ എങ്ങനെ അറിയാനാ? ഇതൊക്കെ എങ്ങനെ പോസിബിൾ ആകാനാ? എടി, അത് കോയിൻസിഡൻസ് ആയിരിക്കാം. നീ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. പറയങ്ങോട്ട്. അമ്മ പണ്ട് കെൽട്രോണിലൊക്കെ ജോലി ചെയ്ത് റിട്ടയർ ചെയ്തല്ലേ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ റൂം ഒന്ന് ചെക്ക് ചെയ്യണം. എടി, അമ്മ ജോലി എടുത്തതും മുറി ചെക്ക് ചെയ്യണതുമായിട്ട് എന്താ ബന്ധം? നീ വാ, ഒരക്ഷരം മിണ്ടരുത്. ഞാൻ പറയും പോലെ ചെയ്താൽ മതി. നീ എങ്ങോട്ടാ പോകുന്നേ? എടി, നീ കൈ വിട്ടേ. അഖിൽ, പ്ലീസ്, ഇവിടെ വെച്ച് സംസാരിക്കണ്ട. അകത്ത് പോയി ഡിസ്കസ് ചെയ്യാം പ്ലീസ്. അമ്മയെ നമുക്ക് എത്രയും പെട്ടെന്നൊരു വൃദ്ധസദനത്തിനാക്കണം. അത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. അവരിവിടെ നിന്ന് ഇനി തലവേദനയാണ്. ദിവ്യ, ഒരു മിനിറ്റ്. ഞാൻ കേട്ടു, വൃദ്ധസദനം അല്ലേ? ഞാൻ ഈ വീട്ടിന് വേണ്ടി ചെയ്തതിനൊക്കെ എനിക്കിതൊക്കെ തന്നെ വേണം. എത്ര നാളായി? ഊട്ടി ട്രിപ്പ്, ഡൈനിങ് ടേബിളിലെ പണം, എൻ്റെ അമ്മയായിട്ടുള്ള ഫോൺ കോൾ, അങ്ങനെ എത്ര പ്രശ്നങ്ങളാ. ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി എന്നാ ചോദിക്കണേ. അമ്മേ, എൻ്റെ ബെഡ്റൂമിൽ അമ്മ മൈക്ക് വെച്ച് ഞങ്ങളെ നിരീക്ഷിച്ചു. ഞങ്ങളെ ജീവിതം കൺട്രോൾ ചെയ്യാൻ നോക്കി, മാറ്റാൻ നോക്കി. ഇതിനൊക്കെ എന്ത് ന്യായീകരണമെന്ന് പറയാൻ പറ്റുന്ന? ഇത് വേറെന്തോ ആണ്. എന്തായിരുന്നാലും സ്നേഹമല്ല. ഞാൻ പേടിച്ചിട്ടാ മക്കളെ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇവള് എന്തെങ്കിലും ചെയ്ത് നിന്നെ എന്നിൽ നിന്ന് അകറ്റുമെന്ന് വിചാരിച്ചിട്ട്. അച്ഛൻ മരിച്ച ശേഷം നീ മാത്രമല്ലേ എനിക്കുള്ളൂ. നീയും കൂടെ എന്നിൽ നിന്ന് അന്ന പിന്നെ ഞാൻ ഒറ്റയ്ക്കാവൂലേ? അതുകൊണ്ടാ. അമ്മ പറഞ്ഞതുപോലെയൊന്നും അവൾക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാം അമ്മ തന്നെ അങ്ങ് ചെയ്ത് വച്ചിട്ടുണ്ട്.